നമ്മൾ സ്വന്തമായിട്ട് ഒരു തുണി വാങ്ങിച്ച് നമ്മൾ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബോഡി സ്ട്രക്ചറിന് മെയിനായിട്ട് നമ്മുടെ ഷോൾഡറൊക്കെയാണ് കൃത്യം ഷോൾഡറിൽ ഉണ്ടെങ്കിൽ സെലിബ്രിറ്റീസ് എപ്പോഴും പുതിയ 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 മോഡൽസ് ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഒരുപാട് പേര് കൈമാറിയാണ് ഇത് ഡ്രസ്സ് ഒരു ഡ്രസ്സ് ചിലപ്പോൾ അതിന്റെ ഇരട്ടി നിങ്ങൾക്ക് മുടക്കേണ്ടി വരും. നമ്മൾ സ്വന്തമായിട്ട് ഒരു തുണി വാങ്ങിച്ച് നമ്മൾ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പ്ലസ് ഉള്ളത് എന്ന് കുറച്ച് നോക്കുമ്പോൾ പ്ലസിന് മെയിനായിട്ട് ആദ്യമേ നോക്കുന്നത് നമ്മുടെ ബോഡി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ഷേപ്പിൽ ഡ്രസ്സിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. യെസ് ഇല്ലേ, നമുക്ക് എത്ര വില കൂടിയ ഷർട്ട് എത്ര കമ്പനി ബ്രാൻഡഡ് ഷർട്ട് ആണെങ്കിലും നമ്മുടെ ബോഡിക്ക് ചേരുന്നില്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വരത്തില്ല ഇല്ലേ ആണ്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് നേരാണോ ഇല്ലയോ ആണ്. അപ്പം ചിലർക്കൊക്കെ കിട്ടും, ചിലർക്കൊക്കെ നല്ല ബോഡി ഷേപ്പ് ഉള്ളവർക്കൊക്കെ റെഡിമെയ്ഡ് ഷർട്ട് വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ഷർട്ട് വാങ്ങിക്കുമ്പോൾ അവർക്ക് ആ സ്ട്രക്ചറിന് കറക്റ്റ് ഷേപ്പ് കിട്ടും, ഓക്കെയാണ്. ഇനി അത് അല്ലാത്തവർക്ക് അവർക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ആ ബോഡി സ്ട്രക്ചറും കറക്റ്റ് ഷേപ്പിലും കിട്ടുന്നത് ആണല്ലേ. അപ്പോൾ അങ്ങനെ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മെയിനായിട്ട് നമ്മുടെ ബോഡി സ്ട്രക്ചറിന് മെയിനായിട്ട് നമ്മുടെ ഷോൾഡറൊക്കെയാണ് കൃത്യം ഷോൾഡറിൽ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് രീതിയിൽ നമ്മുടെ ബോഡീനെ എടുത്ത് കാണിക്കും, നമ്മുടെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വേസ്റ്റൊക്കെ ആണെങ്കിലും ഇടയൊക്കെ ആണെങ്കിലും കറക്റ്റ് നല്ല ഷേപ്പിലുണ്ടെങ്കിൽ കാണാൻ ഒരു ലുക്ക് വരും അല്ലേ. നമുക്ക് കറക്റ്റ് ഷേപ്പിലുണ്ടെങ്കിൽ കാണാനായിട്ട് ഒരു അടിപൊളി ഫീൽ വരും, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബോഡി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും, അത് +1 ആണ്. ഇനി വേറെ എന്തൊക്കെയാണ് പ്ലസ് ഉള്ളതെന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു ഫാഷൻ ഒരു സെലിബ്രിറ്റീസ് ഒരു ഡ്രസ്സിനെ പുതിയ ഒരു മോഡലിനെ ഡിസൈൻ ചെയ്ത് അവർ ഇടാൻ തുടങ്ങിയതേ ഉള്ളൂ. സെലിബ്രിറ്റീസ് എപ്പോഴും പുതിയ 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 മോഡൽസ് ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ഇടണമെന്ന് നമുക്കൊരു കൊതി ഉണ്ടാവും. സെലിബ്രിറ്റീസ് ഇടുന്ന ഒരു ഡ്രസ്സിനെ ഒരു ഫാഷൻസിനെ നമുക്ക് ഒന്ന് ഇടണമെന്ന് ഒരു കൊതി ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു കൊതി വരുമ്പോൾ നമുക്ക് ഉടനെ ചെന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടത്തില്ല, അത് ഒരു പോയിന്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുപോലെ തന്നെ നമുക്കും വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അത് തുണി വാങ്ങിച്ച് കോസ്മെറ്റിക്സ് ചെയ്ത് ആ സെയിം ഡിസൈനിൽ നമ്മളെ കൊണ്ട് സെയിം നമ്മുടെ ബോഡി ഷേപ്പിന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്ലസ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പം സെലിബ്രിറ്റീസ് പുതിയ പുതിയ മോഡൽസും ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് എത്ര എളുപ്പത്തിലാണെങ്കിലും നമുക്ക് ആ ഡ്രസ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി വേറെ എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളതെന്ന് പറയുമ്പോൾ ഇപ്പോൾ സൈസ് കിട്ടാത്ത ഒരു ആൾക്കാണെങ്കിൽ ഒത്തിരി നല്ല വണ്ണം ഉള്ളവർക്കും അതുപോലെ തന്നെ തീരെ മെലിഞ്ഞവർക്കും അവരുടെ ബോഡി ഷേപ്പിലും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ടും പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ സ്റ്റിച്ചിങ്ങിൽ പ്ലസ് ആണ്. യെസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്ലസ് ഉള്ളത് അതുപോലെ തന്നെ മൈനസ് ഉള്ളത്, തയ്പ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് മൈനസ് ഉള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് സമയത്ത് ഇപ്പോൾ പെടയിൽ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകണം, അല്ല ഒരു മീറ്റിംഗ് ഉണ്ട്, ഇന്നാണ് എനിക്ക് കൺഫേം ആയത്, ഇന്ന് എനിക്ക് ഒരു ഷർട്ട് മേടിച്ച് തയ്ക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പം നടന്നിന് വരത്തില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോഴാണെങ്കിൽ പെടേന് നമുക്ക് വേണം, അല്ല നാളെ വേണം, ഇന്ന് വേണം, നാളെ വേണം, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി ഇൻ കേസ് ചില സ്ഥലത്തൊക്കെ ഉണ്ട് എമർജൻസി സർവീസ് അങ്ങനെയൊക്കെ 1 hour സർവീസ് അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. അതുപോലെ സ്ഥലത്ത് നിങ്ങൾ ഉണ്ടെങ്കിൽ എളുപ്പം നിങ്ങളുടെ കാര്യം സാധിക്കും. ഇനി അങ്ങനത്തെ സിറ്റുവേഷനിലോ അങ്ങനത്തെ ലൊക്കേഷനിലോ നിങ്ങൾ ഇല്ലെങ്കിൽ ചിലപ്പം ഇതുപോലെ നിങ്ങൾക്ക് ആ ഫംഗ്ഷന് പങ്കെടുക്കാൻ പറ്റാത്ത അല്ല സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ ഒരു മൈനസ് പോയിന്റ് ആണ് ഉള്ളത്. ഇനി അത് കൂടാതെ വേറെ എന്തൊക്കെയാണ് ഉള്ളത്? പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ ഈ നമുക്ക് സ്റ്റിച്ചിങ്ങിൽ ഒരു മൈനസ് കൂടെ നമുക്ക് പറയാം, സമയത്ത് കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് പരാതി കാലമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരാതിയാണ്, തയ്യൽ തുടങ്ങിയ കാലം തൊട്ട് ഇന്നേ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതിയാണ്, സമയത്ത് കിട്ടുന്നില്ല, എത്ര പ്രാവശ്യം കയറി ഇറങ്ങണം, അങ്ങനെ കുറെ മൈനസ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ മൈനസ് പോയിന്റും കൂടെ മെയിനായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് പറയാനുണ്ട്. ഓരോരോ എത്ര വലിയ ഷോപ്പാണെങ്കിലും എത്ര ചെറിയ ഷോപ്പായാലും സമയത്ത് കിട്ടുന്നില്ല. അങ്ങനെ 100% സമയത്ത് കൊടുക്കുന്ന ഷോപ്പ് ഏതെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക,
നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പം എല്ലാവർക്കും ഇത് ഉള്ള പ്രശ്നം തന്നെയാണ്. എല്ലാ തയ്യക്കടക്കാർക്കും സമയത്ത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവർ ഓവറോൾ സമയത്ത് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാലും അവിടെ ഇവിടെയൊക്കെയായിട്ട് എവിടെയെങ്കിലും ചില തെറ്റുകളൊക്കെ സംഭവിക്കാറുണ്ട്, സമയത്ത് കൊടുക്കാൻ പറ്റാതെ. അതിൽ ചിലപ്പം ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഒരു ഡ്രസ്സ് പ്രൊഡക്ഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ടല്ല ഒരു ഡ്രസ്സ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അത് ഒരുപാട് പേര് കൈമാറിയാണ് ഇത് ഒരു ഡ്രസ്സ് നല്ല ഒരു രീതിയിൽ അത് ഡിസൈൻ ചെയ്ത് വരുന്നത്. സ്റ്റിച്ചിങ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ കുറേ ഗ്രൂപ്പായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ആൾ അവധി വന്നാലോ അല്ലെ ഒരാൾ ലീവ് എടുത്താലോ അല്ല വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടോ ഒരു ഫോൾട്ട് വരുവാണെങ്കിൽ സമയത്ത് നമുക്ക് കൃത്യസമയം നമുക്ക് പാലിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. തയ്യക്കടക്കാർക്ക് എല്ലാവർക്കും മിക്കവർക്കും വരുന്നുണ്ട്. ഇനി ആരെങ്കിലും എനിക്കറിയാതെ ആരെങ്കിലും കാണുമായിരിക്കും 100% കറക്റ്റായിട്ട് സമയത്ത് കൊടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള മൈനസ് പോയിന്റുകളൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഇനി വേറെ എന്തൊക്കെയാണ് ഉള്ളത് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കും പറയാം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യാം. ഈ സ്റ്റിച്ചിങ്ങിൽ എന്തൊക്കെയാണ് മൈനസ് ഉള്ളത്, എന്തൊക്കെയാണ് പ്ലസ് ഉള്ളത്. വേറെ എന്തെങ്കിലും ടോപ്പിക്കിൽ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ആ ടോപ്പിക്കിൽ നമുക്ക് സംസാരിക്കാം. അത്രയും പ്രതീക്ഷയില്ലായിരുന്നു കറക്റ്റ് ഇങ്ങനെ ഫിറ്റ് ആയിട്ട് ഇത്ര പെട്ടെന്ന് തയ്ച്ചു. കളർ എനിക്ക് ഇഷ്ടം, ഞാൻ സെലക്ട് ചെയ്തതാണ്. ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്തു. ഷർട്ടും ഡിസൈനും ഞാൻ അവിടെ തന്നെ സെലക്ട് ചെയ്തു. പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഫിറ്റിംഗ് ആണ്. ഫിറ്റിംഗ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടല്ലേ. ഞാൻ എന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ് ഇവിടെ ഇങ്ങനെ ഒരു സൂട്ട് തയ്ക്കുന്ന കടയുണ്ട്. സാധാരണ നോർമൽ റെഡിമെയ്ഡ് മേടിച്ചിട്ട് തയ്ക്കുന്നു, പക്ഷെ ഫിറ്റിംഗ് ആണ് ഏറ്റവും നല്ലത്. പ്രോപ്പർ ഫിറ്റ് ആയിട്ട് ഇട്ടിരുന്നത്. പക്ഷെ നല്ലോണം റെക്കമെൻഡ് ചെയ്യും. എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യും.